ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ വീഡിയോസൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോസൊന്നും എടുക്കാൻ ഒഴിവ് കിട്ടിയില്ല. അപ്പോൾ ഇതാ ഇന്ന് ഞാനപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മക്കളിലൊക്കെ ഇതാ സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. വിട്ട് വന്ന് വരുമ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ റോഡിൻ്റെ അവിടുത്തെ വീട്ടിൽ നിന്ന് കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കറി വെക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ തെഴുത്ത് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം കുറച്ച് മുരിങ്ങ വറുക്കുകയും ചെയ്യുക, പിന്നെ നമ്മുടെ ഒരു മുരിങ്ങ നാടൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ മുരിങ്ങ കണ്ടപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക കഥകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ മക്കളെ. പറയാൻ നിന്നാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ. അപ്പം എനിക്ക് മുരിങ്ങ അങ്ങനെ കഞ്ഞിൻ്റെ വെള്ളത്തിൽ കറി വെക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് അങ്ങനെ ഇഷ്ടം വരാനും അതൊരു കാരണം കൂടി ഉണ്ട്, ഒരു കറിയും കൂടിയാണ്. അപ്പോൾ മുരിങ്ങൻ്റെ ഈ കറി ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മുരിങ്ങ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിക്കലുണ്ട്. നമ്മുടെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി ആട്ടോ ഇടുക. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ വലിയ ഉള്ളിനെ ഒന്ന് മുറിച്ച് പൊടിയായി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയും പാടെ അങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. മൂപ്പിച്ചെടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് മുരിങ്ങൻ്റെ ഇല ഞാൻ ഊരി നല്ല ഫ്രഷായി കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് വറുക്കും വേണം. പിന്നെ കുറച്ചിങ്ങനെയും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. ഞാൻ മീൻ കറി എപ്പോഴും ഒരു ദിവസം വെച്ചാൽ 2 ദിവസത്തിന് ആക്കും. അപ്പോൾ പിന്നെ റിയാസ്ക്കാക്ക് പിന്നെ നമ്മുടെ ഈ കഞ്ഞിൻ്റെ കറി അത്ര പറ്റൂല കേട്ടോ. അവരങ്ങനെ കഴിക്കലില്ല. വറുത്ത് കൊടുത്താൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വറുത്തും ചെയ്ത് കുറച്ച് ഇങ്ങനെ വെക്കുകയും ചെയ്തിട്ട്. അപ്പം ഉമ്മാക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ അതുമല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വെക്കുമ്പോൾ എനിക്കൊരു പഴയ കുട്ടിക്കാലത്തത് ഓർമ്മയൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്നെ ഇത് കഴിക്കാൻ എനിക്ക് പഠിപ്പിച്ചതും വെക്കാൻ അത് കണ്ടിട്ടാട്ടോ ഞാനും വെക്കാനൊക്കെ പഠിച്ച് ഉമ്മ വെക്കണ കണ്ടിട്ട് എൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ മണ്ണാർക്കാട് കോട്ടപ്പടം പറയും. അപ്പോൾ ആ ഭാഗത്തേക്ക് എല്ലാവരും അധികം ഇങ്ങനെ ഇല പൊട്ടിക്കും, ഇങ്ങനെ താളിച്ചൊഴിച്ച് കറി വെക്കലാട്ടോ അപ്പോഴും. അപ്പോൾ ഞാൻ കുട്ടികളിരിക്കുന്ന സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പഴയ കഥകളൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് ചിരിഞ്ഞ് നോക്കുക. അപ്പോൾ ഞാനും ഉമ്മയും നമ്മുടെ കഥകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീടും എന്താ പറയുക വാടക വീടും ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ ആങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു കേട്ടോ. അപ്പോൾ വീടും കൂടി ഇല്ലാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ വീടില്ലാണ്ട് ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക അന്ന് ഞങ്ങൾ കുട്ടികളാണ്. ഉമ്മ കണ്ണീരിങ്ങനെ ഒഴുക്കി ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഉമ്മാൻ്റെ കഷത്ത് അപ്പുറം ഉണ്ടാവും. അങ്ങനെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചട്ടിയും ഒക്കെ പെറുക്കിയിട്ട് ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീട് കോട്ടാപ്പാടമാണ്. അപ്പോൾ അവിടെ പോയതായിരുന്നു. പോകുമ്പോൾ അവിടെ എപ്പോഴും മൂത്തമ്മക്ക് ഞങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മാനെ തന്നെ ഇഷ്ടമില്ലാത്തുള്ളൂ. അമ്മാനെ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നാലും എന്താ പറയുക നമ്മളെ അവകാശം ചോദിച്ചിട്ട് പോവുകയാണോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇഷ്ടമില്ലാത്തതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് ഞങ്ങളൊക്കെ കുട്ടികളാണല്ലോ, അന്ന് നമുക്കൊന്നും അറിയില്ല. പിന്നെ അന്നത്തെ ഞാൻ സംഭവങ്ങളൊന്നും മറന്നിട്ടുമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഈ കറി വെച്ച് തരും കേട്ടോ. എൻ്റെ മൂത്തമ്മ ഇങ്ങനെ വെക്കും. പക്ഷെ കറിക്കും നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ താളിച്ച് വെക്കണം. അപ്പോൾ അതിങ്ങനെ വെച്ച് പിന്നെ മീൻ പൊരിച്ചതോ അച്ചാറോ അങ്ങനെയൊക്കെ ആക്കി തരും. അപ്പം ഞാനിങ്ങനെ വെക്കുമ്പോൾ ആ കഥ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ, മറക്കൂല. നമ്മൾ കുഞ്ഞുനാളിൽ എന്ത് നടന്നാലും നമുക്കത് മറക്കാൻ പറ്റൂലല്ലോ. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ നീങ്ങിപ്പോയതാണ്. ഇരിക്കാൻ വീടില്ല, കണ്ണീരും കയ്യുമായിട്ട് നമ്മൾ പെരുവഴിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ആരും ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ ദിവസം അവിടെ അങ്ങനെ നിന്നു. പിന്നെ അവിടെ നിന്നും അവർ ആട്ടി വിട്ട് ഞങ്ങളങ്ങനെ വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ വന്ന്
അപ്പോഴും വീടില്ല. പിന്നെ വല്യമ്മാൻ്റെ അടുത്തായിരുന്നു. വല്യമ്മാൻ്റെ അടുത്തുനിന്ന് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഒരു ഏടത്തി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് മാപ്പിളയും മക്കളൊന്നും ഇല്ല. അത് പാവം വീട്ടുപണിക്കൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ടാണ് അത് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റൂം ഞങ്ങൾക്ക് കാലിയാക്കി തന്നിട്ട് ആ മൂത്തമ്മ മരിച്ചു പോയിട്ടോ. അപ്പോൾ അത് പറഞ്ഞു, നീ ലൈല കുട്ടികളെയും കൊണ്ട് അവിടെ ഇരുന്നടി, ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാമെന്നും പറഞ്ഞിട്ട് ആ റൂം ഞങ്ങൾക്ക് കാലിയാക്കി തന്നിട്ട് ആ മൂത്തമ്മ ഉമ്മാൻ്റെ അടുത്ത് ഇരുന്ന്, ഉമ്മാൻ്റെ ആങ്ങളുടെ പെണ്ണിൻ്റെ അടുത്ത് കൊണ്ടിരുന്ന്. അതും പാവം പണിക്ക് പോയിട്ട് തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു. പാവം അങ്ങനെ എന്താ പറയുക, ഷുഗറൊക്കെ വന്നിട്ടാണ് അതും മരണപ്പെട്ടത്. അങ്ങനെ അതൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ റൂമിലായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതം, ഞങ്ങളെയൊക്കെ അമ്മ വളർത്തി വലുതാക്കിയത്. അങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട് നമുക്ക് പിന്നിൽ. അപ്പം ഞാൻ ഈ കറി വെച്ചപ്പോൾ എപ്പോഴും ആ ഓർമ്മ വരും കേട്ടോ. ചില സമയത്ത് സങ്കടമൊക്കെ വരും. ഈ കറി വെക്കണ സമയത്ത് എനിക്ക് ആ കുട്ടിക്കാലം അങ്ങനെ ഞാൻ ഓർത്ത് പോകും കേട്ടോ. അപ്പം അന്ന് ആ മൂത്തമ്മ ഈ കറി വെച്ച് അങ്ങനെ ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഈ കറി ഞാൻ വെക്കാൻ പഠിച്ചു. അപ്പോൾ ഈ മുരിങ്ങൻ്റെ ഇല കഞ്ഞിവെള്ളത്തിൽ വെക്കുമ്പോൾ ആ കഥ നമുക്കിങ്ങനെ ഓർമ്മ വരും. അന്നത്തെ ഒരു കാലം അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മ പോയി എനിക്കിതിങ്ങനെ വെച്ചപ്പോൾ. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കാലം മറക്കാൻ പറ്റൂല, ഓർമ്മയിൽ നിന്ന് പോകണമെന്നേ ഇല്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇരിക്കാൻ വീടില്ല, എവിടെയും പോകാനും ഇല്ല, പെരുവഴിയിൽ നിൽക്കണ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയും കേട്ടോ. അന്ന് ഞങ്ങൾ കുട്ടികളാണ്. അപ്പം ഞങ്ങൾ അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഇങ്ങനെ കണ്ണ് തുടച്ചു കൊടുക്കും ഉമ്മാൻ്റെ. എന്തിനാ അമ്മ കരയണെന്ന് പറഞ്ഞിട്ട്, നമുക്ക് വല്യമ്മാൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കരയും ഞാനും എൻ്റെ ആങ്ങളും ഇങ്ങനെ കരയിട്ട്. സത്യം പറയുമ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ എൻ്റെ രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞു കേട്ടോ. ആ ഒരു കാലമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. പിന്നെ ഞങ്ങളൊക്കെ വലുതായി, എൻ്റെ ആങ്ങളെയും ഒന്ന് ഇത്തിരി വലുതായി. പിന്നെ അവൻ 10ാം ക്ലാസ് വരെ തന്നെ പഠിച്ചുള്ളൂ. അവൻ പണിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഉമ്മാക്ക് ഇത്തിരി ഒന്ന്, പിന്നെ ഞങ്ങൾ ആ റൂമിൽ നിന്ന് വേറൊരു ചാളപ്പരയിലേക്ക് ഇങ്ങനെ മാറുക കേട്ടോ ചെയ്തത്. അങ്ങനെ ഉമ്മയും പണിക്ക് പോവും, ഞാനും പോയിട്ടുണ്ട് കേട്ടോ പണിക്കൊക്കെ. പിന്നെ ആങ്ങളെയും പോവും. സ്കൂള് പൂട്ടുന്ന സമയത്ത് 2 മാസം ലീവൊക്കെ കിട്ടുന്ന സമയത്ത് അവനും പോവും, ഞാനും പോവും. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങളെ ചാളപ്പരക്ക് വാടക 300, അന്നൊക്കെ 300 200 ചെറിയൊരു ചാളപ്പരയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കൂടി വരും. മിനിമം ഏകദേശം ഒരു 500ഒക്കെ കൊടുക്കണം നമ്മൾ. അങ്ങനെ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് അവരങ്ങനെ ഒരു ചാളപ്പര തന്ന് അതിൽ കുറേ കാലം ഇരുന്ന് അങ്ങനെ പിന്നെ മാറി. പിന്നെ അന്നും ഇപ്പാക്ക് ഇത് തന്നെ മാനസികമായിട്ടുള്ള എന്താ പറയുക ഒരു ഇതൊക്കെ തന്നെയാണ്. അന്നും ഉമ്മാക്കൊരു ജീവിതം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നും ഇപ്പം അങ്ങനെ തന്നെ. അപ്പോൾ ഇനിയെങ്കിലും ഇവിടുന്ന് കൊണ്ടുള്ള ഒരു ജീവിതം നല്ലപോലെ ആകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമുക്കും വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെ എൻ്റെ നമ്മുടെ കഥ പറഞ്ഞതിൻ്റെ ഇടയിൽ മുരിങ്ങ വറുക്കലൊക്കെ കഴിഞ്ഞല്ലേ. എങ്ങനെയൊക്കെ നമ്മുടെ മാരേജൊക്കെ കഴിഞ്ഞ് അവനിക്ക് പെണ്ണ് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ എന്നെ കെട്ടിച്ചു കൊടുത്തത്. അന്നും എന്താ പറയുക, ആരും ഇന്നത്തെ കാലമില്ലല്ലോ. അന്ന് ലക്ഷങ്ങളുണ്ടെങ്കിലേ കെട്ടിയിട്ട് പോകുള്ളൂ കേട്ടോ. എന്ത് ചന്തം ഇതുണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ലക്ഷങ്ങളുണ്ടെങ്കിലേ പെൺകുട്ടി ഇറക്കാൻ പറ്റുള്ളൂ. അന്ന് അങ്ങനെയല്ലായിരുന്നു. ഇന്നത്തെ കാലം അല്ലല്ലോ. ഇന്നിപ്പോൾ പെൺകുട്ടികൾക്ക് ഡിമാൻഡാണ്, കിട്ടാൻ വഴിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന്. കുട്ടീനെ ഇഷ്ടപ്പെട്ട അവർ ഒന്നും ഇല്ലാണ്ട് എന്നെ കൊണ്ടുപോകും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. അന്ന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ ആങ്ങളക്ക് പെണ്ണ് കൊണ്ടുവന്നിട്ടായിരുന്നു എന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതാ കഥ ഒരുപാട് പറഞ്ഞു പോകും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ അടുക്കള പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഒരു 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. ജുമാ പിരിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങണം. അപ്പത്തിന് റിയാസ്കയും വരും, പള്ളിയിലൊക്കെ പോയിട്ട് വരും. അപ്പത്തിനും പിന്നെ അതിന് ശേഷം റിയാസ്ക വന്ന് അപ്പത്തിന് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റിയാസ്ക വന്നപ്പോൾ ചോറൊക്കെ വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ റിയാസ്ക്ക് ഞാനും ഒപ്പം ഇരുന്ന് കഴിച്ച് ഇനിയിപ്പോൾ റിൻഷിമോളുടെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് പോകണം. അപ്പോൾ ഫാത്തിമാനെയും റജിക്കുട്ടി അംഗൻവാടിക്ക് പോയിട്ടുണ്ട്. ഫാത്തിമാനെയും വിളിച്ചിട്ട് വന്നിട്ട് വേണം എനിക്ക് റിൻഷിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാൻ കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആക്കി കൊടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും മുരിങ്ങ വറുത്തതും കൂട്ടിയിട്ട് റിയാസ്ക്കാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. റിയാസ്ക പിന്നെ ഇത് കഞ്ഞിൻ്റെ വെള്ളത്തിൽ വെച്ച് കറി കൂട്ടൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ. അങ്ങനെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. എല്ലാവരും പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി എന്താ അവിടുത്തെ അവസ്ഥ എന്നറിയില്ല.
അപ്പോൾ ഞാനും റിയാസ് ഖാൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോകും കേട്ടോ. അപ്പം ഇനി അവൾക്ക് മീറ്റിങ്ങിന് പ്രാവശ്യം മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പോകാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ അവൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവളുടെ സ്കൂളിലേക്കൊന്ന് പോകണം. മീറ്റിംഗ് അവളുടെ പിന്നെ എക്സാമിന് പിന്നെ മാർക്കൊന്നും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് എല്ലാത്തിലും പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൂടി ഇനി ശ്രദ്ധിക്കണം എന്ന് ഒന്നും കൂടി പറയണം പോയിട്ട്. അപ്പോൾ അത്യാവശ്യം അവൾക്ക് എന്താ പറയുക ഈ വരക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിനുള്ളതൊക്കെ ഇനി വാങ്ങിച്ചു കൊടുക്കണം അവൾക്ക്. കുറച്ചൊക്കെ വരക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ തന്നെ പിന്നെ റയീസ് കുട്ടി കേട്ടോ, നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരണമില്ല. അവനും പിന്നെ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും അവനോട് പറയണമില്ല. എന്നാലും അത്യാവശ്യം അവൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പഠിപ്പിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ ഫാത്തിമാൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ. ഫാത്തിമാക്ക് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാനും ഒക്കെ ഒന്നായാലാണ് നമുക്കൊരു സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ റിയാസ്ക്ക് വന്നപ്പോൾ റിയാസ്ക്ക് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.